നമുക്ക് ഡേറ്റ് നോക്കുന്നതിന് മുന്നേ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലത്തെ ന്യൂസ് കൊണ്ടാണോ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തത്, അല്ലെങ്കിൽ ഡേറ്റ പോയിന്റ്സ് വന്നതുകൊണ്ടാണോ റിവേഴ്സ് ചെയ്തതെന്ന് ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് മാർക്കറ്റ് അനാലിസിസ് ചെയ്ത് ഇന്നത്തെ എൻട്രി പോയിന്റ്സ് എവിടെ നിന്നൊക്കെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ആദ്യം നോക്കേണ്ടതെന്നറിയോ, മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയൊരു സാധനം കാണാം. അതായത് അടുപ്പിച്ച് 3 മാസം മാർക്കറ്റ് ഗോൾഡിന്റെ പ്രൈസ് താഴേക്കായിട്ടുള്ളൊരു ട്രെൻഡ്. ഇത് ആദ്യമായിട്ടാണ് 2022 വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് തന്നെ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരേ സ്ഥലത്ത് തന്നെ ക്ലോസ് ചെയ്തത് നമ്മൾ കണ്ടു. ബട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫോള് ഈ മാസമാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഒരു 625 മുകളിൽ ക്ലോസ് ചെയ്യണം. ഇന്ന് മാർക്കറ്റ് 625 മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം താഴേക്ക് വന്നു, 3-മത്തെ മാസം തിരിച്ചു കയറി. എല്ലാ തവണയും നടന്നേക്കുന്ന പോലെ തന്നെ നടക്കും. ബട്ട് ഇത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് ഇതിലോട്ട് വരുന്നതിന് മുന്നേ ഡെയിലി അനാലിസിസിൽ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് നോക്കാം. ഇന്നലത്തെ മാർക്കറ്റിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ട്. 360 വരെയാണ് ഇന്നലത്തെ ലോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഇന്നലെ ഒരു ദിവസം മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത് സാധാരണ ഒരു ദിവസത്തിനെക്കാട്ടി കൂടുതലായിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 2 വീക്സിനെക്കാട്ടിയും കൂടുതലാണ് ഇന്നലെ മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത്. 150 പോയിന്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ മാർക്കറ്റ് മാത്രം. ട്രെൻഡിങ്ങിലോട്ട് മാറാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. ബട്ട് മാർക്കറ്റ് ഫുള്ളി ഇനി അപ്സൈഡ് കയറി പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത ഇപ്പോഴും വളരെ കുറവാണ്. കാരണം ഇപ്പോഴും ട്രംപിന്റെ കയ്യിലാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഹോൾഡ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് തന്നെ പോകുമെന്നുള്ളത്. മാർക്കറ്റില് ഗോൾഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് ഇൻഫ്ലേഷൻ കൂടും എന്ന് ഉറപ്പുള്ള ഒരു സമയത്താണ് നിൽക്കുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടല്ല, ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിലേക്ക് ഫെഡിന്റെ ചിന്തകൾ പോകുന്ന സമയത്താണ് പെട്ടെന്നൊരു ന്യൂസ് വരുന്നത്, വീണ്ടും സീസ് ഫയർ ഇറാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് മാർക്കറ്റ് മാനിപ്പുലേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് മാനിപ്പുലേഷൻ ആവാം, ആവാതിരിക്കാം. നമുക്കിവിടെ ടെക്നിക്കൽ ആയിട്ടുള്ള അനാലിസിസ് മാത്രമേ നമ്മളുടെ കയ്യിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമുള്ളൂ. ചോപ്പി ആയിട്ടുള്ള മാർക്കറ്റിൽ നിങ്ങൾ കഴിഞ്ഞ ഈ ഒരു മാസം ഫുള്ള് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ട്രേഡ് എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. കാരണം ഈ ഒരു ടൈം ഡിഫിക്കൽട്ടാണ് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമുക്ക് ഈ ഒരു ട്രെൻഡിൽ നിന്നും എപ്പോഴും ഒരേ ട്രെൻഡായിട്ട് ഇങ്ങനെ നിൽക്കത്തില്ല. ഈ ഒരു ട്രെൻഡിൽ നിന്നും താഴേക്കോ മുകളിലേക്കോ പോകാൻ നേരത്ത് നമുക്ക് നല്ലൊരു മൂവ് തീർച്ചയായും കിട്ടും. അപ്പോൾ അതിനു വേണ്ടി മാത്രം നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മളുടെ ക്യാപിറ്റലിന്റെ 1, 2, 3% നമ്മളുടെ ഒരു പെർട്ടിക്കുലർ ട്രേഡിലെ ലോസ് വരേണ്ടത്. അതിൽ കൂടുതലാവാൻ പാടില്ല. കാരണം നമുക്ക് തിരിച്ചു കിട്ടുമ്പോഴും ഇതേപോലെ 3-4% കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും മൈൻഡിൽ വെക്കുക, ട്രെൻഡിങ് മാർക്കറ്റിൽ നമുക്ക് എളുപ്പമായിരിക്കും, സൈഡ് വൈസ് മാർക്കറ്റിൽ പാടായിരിക്കും ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഇനി അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇന്നലെ എത്ര മണിക്കാണ് ഈ സംഭവം നടന്നതെന്ന് നോക്കാം. നമുക്ക് അറിയാം, ഡേറ്റ വന്നത് 4:30 മണിക്കാണ്. 4:30 മണിക്ക് ഡേറ്റ വന്നു. ഞാൻ നമ്മുടെ ഓഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ പോയിന്റ്സ് നോക്കുവാണെങ്കിൽ കറന്റ്ലി മാർക്കറ്റ് ഒരു അപ്സൈഡ് തന്നതിന് ശേഷം വീണ്ടും സെല്ലിംഗ് റീജിയനിൽ നിന്ന് താഴേക്ക് തന്നെ സ്ലോലി വരാനുള്ള സാധ്യതയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു മണിക്കൂർ അതേ റീജിയനിൽ തന്നെ കുറച്ചു നേരം നിന്നു, ഹൈ വെച്ചു. പിന്നെ ഒരു അരമണിക്കാൽ മണിക്കൂർ, അത് 1 മണിക്കൂർ ഏകദേശം അവിടെ അതേ സ്ഥലത്ത് തന്നെ അങ്ങനെ നിന്നു. അതിനുശേഷം 5 മണിയായി കഴിഞ്ഞപ്പോഴാണ് ഇത് വീണ്ടും അടുത്ത ലെവൽ ബ്രേക്ക് ചെയ്തത്. ഈ 5 മണിക്ക് കഴിഞ്ഞിട്ടാണ് ഈ ന്യൂസ് പുറത്തു വന്നത്. എന്ത്, നമ്മൾ ഇറാൻ സീസ് ഫയറിന് എഗ്രി ചെയ്ത് ഇനി ട്രംപിന്റെ ഒരു സിഗ്നേച്ചർ അപ്രൂവലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സീസ് ഫയർ എക്സ്റ്റെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നില്ല, എക്സ്റ്റെൻഡ് ആകും എന്നുള്ള രീതിയിലാണ് ന്യൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ പുറത്താണ് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത്. അതിന്റെ പുറത്ത് മൂവ് ചെയ്ത് പറഞ്ഞാൽ സെല്ലേഴ്സ് അവരുടെ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും, ഡെഫിനറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. ആ സ്ഥലങ്ങൾ എവിടെയാണെന്ന് ആദ്യം നോക്കാം. പിന്നെ ഇനീഷ്യലി ഇന്നത്തെ ദിവസം വേറെ ന്യൂസ് ഒന്നും വന്നില്ലെങ്കിൽ, വിച്ച് ഇസ്
വിച്ച് ഇസ് ഹൈലി അൺലൈക്ലി. ഇന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ ന്യൂസ് വരും. അപ്പോൾ ആ ഒരു വന്നില്ലെങ്കിൽ എങ്ങനെയാണ് മൂവ് ചെയ്യാൻ പോകുന്നത്, വന്നാൽ എങ്ങനെ കറന്റ് മാർക്കറ്റ് നിൽക്കുന്നത് 4525 റീജിയനിലാണ്. ഇതിന് ഒരു സപ്പോർട്ടായിട്ട് നിന്നയിച്ചത് ഇന്നത്തെ ലോ ആയിട്ടുള്ള 4489 ആണ്. ഇന്നലത്തെ ക്ലോസിംഗ്, ഇന്നത്തെ ഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ലോ ആണ് ഈ പറയുന്ന 4489. ഓക്കെ, അപ്പൊ വോളിയം എങ്ങനെയാണ് ഇന്ന് ഡിസ്ട്രിബ്യൂട്ട് അയക്കുന്നത്, ഇന്നലെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് അയക്കുന്നത് എന്ന് നോക്കാം. നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ നടന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്നില്ല, വീണ്ടും വീണ്ടും ഓരോ സ്ഥലത്ത് പോയിട്ട് മുകളിൽ പോയിട്ടാണ് കുറച്ച് കൂടുതൽ വന്നേക്കുന്നത്. നമ്മളപ്പോൾ ഈ ഒരു റീജിയൻ ആണ് ഏറ്റവും ട്രേഡ് കുറവ് നടന്നത്, ഇന്നലെ കുറവ് നടന്നത് റീജിയൻ. അവിടെ വന്ന് ടാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ആ ഒരു റീജിയനിൽ നിന്നും എങ്ങോട്ടാണ് പോവാനുള്ള സാധ്യതകൾ, അതൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും. മാർക്കറ്റ് നമുക്ക് എവിടെ വരെയാണ് നോക്കാമെന്നുള്ളത് കാണണം. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സെല്ലെടുത്ത പോയിന്റുകൾ റെസിസ്റ്റൻസ് ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ളൊരു 2-3 സ്ഥലങ്ങളുണ്ട്. ഏതാ? 89. അതൊന്നും നിങ്ങൾ പെട്ടെന്ന് മറന്നു കളയേണ്ട. ആ 89 റേഞ്ചൊക്കെ വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നിൽക്കും. ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. 89 to 605. ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക, സ്പോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഇപ്പൊ വന്നാലും ഒരു റിവേഴ്സൽ അവിടെ നിന്ന് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. ഇൻ കേസ് കിട്ടിയില്ല, ഇത് ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ നിങ്ങൾ സ്വിംഗ് ട്രേഡ് ലോങ് പോയിക്കോ ധൈര്യമായിട്ട്. കാരണം അവിടെ നിന്ന് അത്രയും മാത്രം സെല്ലേഴ്സിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ഈ ബയ്യേഴ്സ് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബയ്യേഴ്സ് ഇവിടെ ഒന്നും നിൽക്കാൻ സാധ്യതയില്ല, നേരെ മുകളിലേക്ക് പോകും. ഞാൻ 2 സ്ഥലവും പറയുന്നെന്ന് വെച്ചാൽ എന്റെ കൺഫർമേഷൻസിൽ കിട്ടുന്നത് ഈ ഒരു സ്ഥലത്തുനിന്ന് സെല്ലിങ് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അത് ഇന്ന് വന്നാൽ ബെറ്റർ. നാളെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ന്യൂസ് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം 2 ദിവസം അവധി വരുവാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ മാർക്കറ്റ് ഇല്ല, മാർക്കറ്റ് ഹോളിഡേയ്സിന് പുതിയ എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങളും വരും. അപ്പോൾ ഇന്നത്തെ റീജിയൻ മാത്രം നമുക്കൊന്ന് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. താഴേക്ക് മാക്സിമം എവിടെ വരെ പോകാം എന്നുള്ളതും കൂടി നോക്കി വെക്കാം. ഓക്കെ, സോ നമ്മൾ 4 hours നോക്കാൻ നേരത്ത് നമ്മളുടെ റീജിയൻ, ഫസ്റ്റ് റീജിയൻ ഇതാണ്. പിന്നെയുള്ളത് നമുക്ക് ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന റെഡ് ലൈൻ, ഗ്രീൻ ലൈൻ, വൈറ്റ് ലൈൻ, ഇത് ബേസിക്കലി ഇവിടെ വരെയുള്ള നമ്മളുടെ വോളിയം പ്രൊഫൈലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റീജിയനിലാണ് ഈ ദിവസം മുതൽ, അതായത് കഴിഞ്ഞൊരു 2 ആഴ്ച വരെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നേക്കുന്ന സ്ഥലം ഇതാ. ഇവിടെ വരെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ താഴേക്ക് വരുന്നത്. നമ്മൾ കുറെ നാള് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയയാണ് 4565. ഓക്കെ, ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് 40 വരെ പതുക്കെ സ്ലോലി 40 വരെ പോവാം. കാരണം അതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഉള്ളത്. 40, 32 മുതൽ 40 വരെയുള്ള റേഞ്ചാണ് ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് ഇന്നിപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോകാൻ ചാൻസ് ഉള്ള ഏരിയ. അതും ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ 65 ആ ലെവലിൽ നിന്നൊക്കെ ഒരു റിജക്ഷൻ വരാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ ഈ ഒരു സ്പേസ് ആദ്യം റിജക്ട് ചെയ്യട്ടെ. ഇത് റിജക്ട് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാൻ പറ്റുന്ന പോയിന്റുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. എൻട്രി എടുക്കാൻ പറ്റുന്ന പോയിന്റ് ഇപ്പോൾ 500 ആണ് നല്ലൊരു പോയിന്റ്. ആ ഒരു റീജിയനിൽ നിന്ന് നമുക്ക് ബൈയിങ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, കാരണം നമുക്ക് വേണ്ടത് മാർക്കറ്റിന് ഒരു സൈഡ് ഫസ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്യുക. ഏതാണോ കൺഫേംഡ് ട്രെൻഡ്, ഏത് സൈഡിലോട്ടാണോ ട്രെൻഡ്, ഇന്ന് അപ്സൈഡ് ആണ്. അതിൽ യാതൊരു തർക്കവും ഇല്ല. കാരണം ട്രെൻഡ് അപ്സൈഡ് തന്നെയാണ് കാണിച്ചേക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4-ാമത്തെ ഒരു മണിക്കൂറിൽ ചെറിയത്, പിന്നെ 1, 2, 3 ഇതായിട്ട് 12 മണിക്കൂറായിട്ട് സ്ലോലി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ഇല്ലെങ്കിലും സ്ലോലി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് റിജക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. എന്നിട്ടും ഒരു വളരെ വലിയൊരു അപ്സൈഡ് കിട്ടാനില്ല. നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ ഒരു റീജിയനിൽ നിന്ന് റിജക്ട് ചെയ്യുന്നുണ്ടോ, ഈ ഒരു റീജിയനിൽ നിന്ന് റിജക്ട് ചെയ്യുന്നുണ്ടോ. ഈ റിജക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു റീജിയനിൽ നിന്ന് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 പോയിന്റ് 40-യും 65-ഉം പ്ലാൻ ചെയ്ത് വെച്ചു.
നമുക്ക് ട്രേഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സ്കാൽപ്പ് ചെയ്ത് മാറുക. ഓക്കെ, ഇന്നത്തെ ദിവസം ഫുള്ള് സ്കാൽപ്പ് ചെയ്ത് മാറിയാൽ മതി. ഹോൾഡ് ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് കിട്ടുന്നില്ല മാർക്കറ്റിൽ. ഇപ്പോൾ ഇന്നലെ ആണെങ്കിൽ എല്ലാ ദിവസവും ആണെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ കിട്ടുന്നില്ല മാർക്കറ്റിൽ. ഒരു 40 പോയിന്റ്സ് 50 പോയിന്റ്സിന്റെ ഹോൾഡ് ചെയ്യാനുള്ള കിട്ടുന്നില്ല. അപ്പോൾ 1:1 റേഷ്യോയിൽ തന്നെ പോവുക. അതിന്റെ താഴേക്ക് നോക്കരുത്. അറ്റ്ലീസ്റ്റ് 1:1 അതെങ്കിലും മിനിമം മാനേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മളുടെ ആ ഒരു റീജിയന് നോക്കുക, പ്ലാൻ ചെയ്യുക. ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് റിജക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾ ഒരുപാട് വലിയ സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം എടുത്തു പോവുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് എടുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. 54 55ന്റെ റീജിയനിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വരെ 12 വരെ പ്ലാൻ ചെയ്താൽ മതി. ഓക്കെ, 12 വരെ പ്ലാൻ ചെയ്താൽ മതി. വളരെ വലിയൊരു മൊമെന്റം പ്രതീക്ഷിക്കേണ്ട. 12 പിന്നെ അതിനുശേഷം വരാനുള്ള സാധ്യത ഇതാണ് 39 വരെ. പക്ഷെ ഒരു 39 കൊണ്ടേ വെക്കരുത്. 503 504 505 ഒക്കെ TP സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇപ്പോഴും ട്രെൻഡിങ് തന്നെയാണ്. ഇൻ കേസ് നിങ്ങൾ ബൈ ആണ് ഇനീഷ്യലി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് ബൈ പ്ലാൻ ചെയ്യാവുന്നതാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഈ റീജിയൻ തന്നെയാണ് ബൈ പ്ലാൻ ചെയ്യാൻ ബെസ്റ്റ് റീജിയൻ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒരു 17 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റീജിയന്റെ അകത്തുനിന്ന് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ബൈ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴെയായിട്ട് വിച്ച് ഇസ് ലോവർ സ്കാൻഡിലെ താഴെയാണ്. നമുക്ക് ആ വോളിയം നടന്നതിന്റെയും താഴെയാണ്. ഇറ്റ്സ് ഗുഡ് കൺഫർമേഷൻ. അതുപോലെ തന്നെ TP നോക്കാവുന്നത് നിങ്ങൾക്ക് 17 വരെ ഫസ്റ്റ് ഇനീഷ്യൽ ടാർഗറ്റ് നോക്കാവുന്ന ഒരു സ്പേസ് ആണ്. രണ്ടാമത് നിങ്ങൾക്ക് നോക്കാവുന്നത് ആ ഒരു 30 റീജിയൻ വരെ നോക്കുക. ഈ ഒരു റീജിയൻ വരെ നോക്കുക. ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇതിന്റെ ഇടയിൽ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് യാതൊരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇതിന്റെ ഇടയിൽ നമുക്ക് 3-4 പോയിന്റിന് വേണ്ടി നമ്മൾ എൻ്റർ ചെയ്യും. അവിടെ നിന്ന് നേരെ താഴേക്ക് പോവും. പിന്നെ ഇവിടെ നിന്ന് പിന്നെ എൻ്റർ ചെയ്യും. ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ട്രേഡ്സ് മാക്സിമം പിക്ക് ചെയ്യാൻ നോക്കുക. അത് സ്റ്റോപ്പ് ലോസ് എടുത്താൽ മാറിയിരിക്കുക. ഓക്കെ, നമ്മളുടെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുക. മാർക്കറ്റിന്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാം. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ് ട്രെൻഡിൽ നിന്ന് നേരെ റിവേഴ്സ് ചെയ്താലും ഇനിയുള്ള പോയിന്റുകൾ എവിടേക്കാണ് ഉള്ളതെന്നുള്ളത് നേരത്തെ കൂട്ടി നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഈ ഒരു പോയിന്റുകളിലൊക്കെ ഇത് വന്ന് എടുത്തു പോയാലും ഈ ഒരു പോയിന്റിലൊക്കെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് അവിടെ നിന്നൊക്കെ സ്കാൽപ്പ് ചെയ്യാൻ നോക്കാം. ഓവറായിട്ട് ട്രേഡ് ചെയ്യേണ്ട 3-4 ട്രേഡ് നോക്കി പ്ലാൻ ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എൻട്രി കിട്ടുന്ന സ്പേസിൽ, റെസ്പെക്ട് ചെയ്യുന്ന സ്പേസിൽ, അല്ലെങ്കിൽ ക്യാൻഡിൽസ് ഫോം ചെയ്യുന്ന നല്ല സ്ട്രക്ചർ ഫോം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ട്രേഡ് എൻറ്റർ ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്തു ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സിൽ താഴേക്ക് വന്നു, വീണ്ടും തിരിച്ച് മേളിലേക്ക് പോയി. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ റേഞ്ച് കാണിച്ചു കഴിഞ്ഞാൽ ആ ക്യാൻഡിൽസ് മനസ്സിലാക്കുക. ആ ക്യാൻഡിൽസിൽ ഒരു ക്യാൻഡിൽ ഇതിനെല്ലാം ബ്രേക്ക് ചെയ്തിട്ടൊരു ട്രെൻഡ് വരും. ഓക്കെ, ആ ട്രെൻഡ് ആയിരിക്കും അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ വലിയ വലിയ ക്യാൻഡിൽസ് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇത് നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ, ഇൻട്രാഡേയിൽ പറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ പ്ലേസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ട്രേഡ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് അത് എൻട്രീസ് ഇടാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഈ ഒരു റീജിയനുകൾ മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിൽ റീടെസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പ് ചെയ്യാൻ പറ്റും. വാട്ട് ഐ പ്രിഫർ, നിങ്ങൾ ഈ ഒരു 2 സ്പേസ് മാത്രം തൽക്കാലത്തേക്ക് നോക്കുക. അതിനുശേഷം നമുക്ക് അടുത്തത് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ് ദെൻ, ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ. നമുക്ക് മാർക്കറ്റിൽ ഓവർ ട്രേഡിംഗ് വേണ്ട. സ്ലോലി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ബൈ.